മഴക്കാലത്ത് കാൽവിരലുകൾക്കിടയിൽ ചൊറിച്ചിൽ, അതുപോലെ ദുർഗന്ധം തുടങ്ങിയവ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ സാധാരണമാണെന്ന് കരുതി അവഗണിക്കരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സാധാരണഗതിയിൽ മഴക്കാലം എന്ന് പറയുന്നത് ഈർപ്പം കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കാൽവിരലുകൾക്കിടയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ വെള്ള കുമിളകൾ പോലെ കാൽവിരലുകൾക്കിടയിൽ ഉണ്ടാവാം. അതേപോലെ തൊലി ഇളകി പോരുക, അല്ലെങ്കിൽ വെളുത്ത് നനഞ്ഞ രീതിയിൽ തൊലി കാണപ്പെടുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് കാണപ്പെടാറുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് കൂടുതലായിട്ട് വരുന്നത് ഇപ്പം നനവുള്ള സോക്സും ഷൂസും ഒക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ കൂടുതൽ സമയം ഷൂസ് ധരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള പ്രയാസം കാണപ്പെടാറുണ്ട്. അതുപോലെ ശരീരത്തിന് അമിതമായിട്ടുള്ള വിയർപ്പ് ഉണ്ടാകുന്നവരാണെങ്കിലും, സ്പോർട്സ് ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുന്നവരാണെങ്കിലും, അതുപോലെ പ്രമേഹമുള്ളവരാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാൽവിരലുകൾക്ക് കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്? വ്യക്തി ശുചിത്വം ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നനഞ്ഞ രീതിയിലുള്ള ഷൂസ് കൂടുതൽ സമയം ധരിക്കുന്നത് ഒഴിവാക്കുക. എപ്പോഴും ഉണങ്ങിയിട്ടുള്ള സോക്സ് തന്നെ ഉപയോഗിക്കുക. നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഈ ലക്ഷണങ്ങൾക്ക് പുറമെ, അതായത് പഴുപ്പ്, രക്തസ്രാവം, അല്ലെങ്കിൽ വേറെ വിരലുകൾക്കിടയിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നു, അല്ലെങ്കിൽ പഴുപ്പ് വരിക തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിൽ പരിചരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ആയുർവേദത്തിൽ പഞ്ചവൽക്കല കഷായം, ത്രിഫല ചൂർണം മുതലായവ ഇട്ടിട്ട് മരുന്ന് ഉപയോഗിച്ച് ഈ ഒരു മരുന്നുകളിട്ട് വെള്ളം തിളപ്പിച്ച് കാലുകൾ കഴുകുന്നത് ഇതിന് വളരെയേറെ ഗുണപ്രദമാണ്. അതുപോലെ പ്രത്യേകം ലേപനങ്ങളും ഇത്തരം കണ്ടീഷൻസിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും കാലുകൾ ഈർപ്പരഹിതമായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നനവ് നല്ല രീതിയിൽ ഒപ്പിയെടുക്കുക. കാല് ഇടയ്ക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക എന്നിവ കൂടെ ഇത്തരം പ്രയാസങ്ങളുള്ളവർ ശ്രദ്ധിക്കുമല്ലോ.